എടുക്കാനോ അല്ലെങ്കിൽ മുണ്ടെടുക്കാനോ ഒക്കെ പോയാലോ ശനി ദിവസമിൽ നീ പുതിയ മുണ്ട് ധരിക്കലും ഗുണമുള്ളതല്ല സഹോദരാ നീ വാങ്ങലും. ധരിക്കുന്ന സമയത്തൊക്കെയും ജസദിന് അസുഖം വരും എന്നുള്ളതും പറയുന്നേ. ശനിയാഴ്ച ദിവസം പുതിയ മുണ്ട് ധരിക്കാൻ പാടില്ല, അത് വാങ്ങാനും പാടില്ല. കാരണം അന്നെങ്ങാനും വസ്ത്രം ധരിച്ചാൽ ശരീരത്തിന് അസുഖം വിട്ടുമാറൂല. പിന്നെന്താ ഇപ്പൊ വേണ്ടത്? ശനി പോയി. ഞായറാഴ്ചയും ഗുണമില്ലതും വാങ്ങുന്നത് ഒഴിക്കേണ്ടതാണ് പുതിയതെന്നുടുക്കുന്നത്. ചൊവ്വാഴ്ചയും ഗുണമുള്ളതല്ലെന്നുണ്ട്, പല നാശവും അതിനാൽ വരാനിടയുണ്ട്. തീ വീണതായി നശിക്കേണ്ടതാണ് ആ മുണ്ട്, മോഷ്ടിച്ചുകൊണ്ടും പോകുവാനിടയുണ്ട്. അതുമാത്രമല്ലത് നീ ധരിച്ചാൽ പിന്നെ ഹമ്മെപ്പോഴും ഒഴിയാതിരിക്കും പൊന്നേ. ഞായറാഴ്ചയും പാടില്ല, ചൊവ്വാഴ്ചയും പാടില്ല. തീ വീണ് കത്തിപ്പോകും, കള്ളൻ മോഷ്ടിച്ചു കൊണ്ടുപോകും. മാത്രല്ല നിനക്കത് ധരിക്കുമ്പോഴൊക്കെ മനസ്സിന് സുഖമുണ്ടാവില്ല. ഇങ്ങനെ ദിവസങ്ങളെ ചീത്ത പറയുകയാണ്. ഒരു മുസ്ലിയാരോട് നമ്മൾ പറഞ്ഞു, നിങ്ങളെല്ലാത്തിനും പരമ്പരയുണ്ടെന്നല്ലേ പറയുന്നത്? ഞങ്ങൾ ഇവിടെ നിന്നൊരു ചങ്ങല കുലുക്കിയാൽ മദീനത്തെ റൗളയിൽ പോയിട്ട് ആ ചങ്ങല കുലുങ്ങും. അത്രയും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഞങ്ങൾക്ക് സനതുണ്ട്, ഞങ്ങൾക്ക് പരമ്പരയുണ്ട് എന്നൊക്കെ പറയുന്ന പേരോട്ടുകാരൻ മുസ്ലിയാരോട് നമ്മൾ ചോദിച്ചു, അല്ല ഇതിന്റെ സനതൊന്ന് പറയാമോ? ഇത് വിശ്വസിച്ച സ്വഹാബിയാര്, താബീങ്ങളാര് എന്ന് പറഞ്ഞപ്പോൾ മറുപടിയില്ല. പിന്നെ പറഞ്ഞൊപ്പിക്കാൻ നോക്കിയതെന്താണ്? ഞായറാഴ്ചയുണ്ടോ തുണിപ്പീടിക തുറക്കുന്നു. ശനിയാഴ്ചയും ഞായറാഴ്ചയും തുണിപ്പീടിയെ പോലെ നിങ്ങളെ കിതാബിലുണ്ട്. ഞായറാഴ്ച ഉണ്ടോ തുണിപ്പീടിയ തുറക്കുന്നു? ശനിയാഴ്ച ആണെങ്കിൽ ഏകദേശം നല്ല ലഭിച്ച് തീർന്നിട്ടുണ്ടാവില്ലേ? അടുത്ത ആഴ്ച പുതിയ പേരും എല്ലാണ്ടുണ്ടോ? സുബ്ഹാന ജല്ല ജലാലു. ഇതൊക്കെയാണോ നമ്മളെ തർക്ക വിഷയം? അതാ മറുപടി. ഞായറാഴ്ച ഉണ്ടോ തുണിപ്പീടിയ തുറക്കണേ? പിന്നെ മൗലവി ഞായറാഴ്ച വാങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? മറുപടിയില്ല. കിതാബ് വരെ എഴുതിയിരിക്കണുണ്ടോ പ്രശ്നങ്ങൾ, പ്രതിവിധികൾ. നിങ്ങളുടെ എന്തൊക്കെ പ്രശ്നമുണ്ടോ അതിനൊക്കെ ഇതിൽ പ്രതിവിധി ഉണ്ട്. എല്ലാത്തിനും പ്രശ്നമാണ്. എന്തൊക്കെയുണ്ട്? നഹസുകൾ, വിപത്തുകൾ, മറവി, ദാരിദ്ര്യം, മനോവിഷമം, രോഗപരീക്ഷണം. ഈ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാകുമ്പോ എന്ത് വേണം? ഓരോ ദിവസവും സാലീസു അശറ ശർറു യൗമിൻ ഫഹ്ദരി അൻഹു വമാ യലീഹി ഖൈറുൻ ഫഹ്തരി. എല്ലാ മാസവും 13 ദോഷകരമാണ്, അധമമാണ്. എന്നാൽ 14 നന്മ നിറഞ്ഞതാകയാൽ പ്രസ്തുത ദിനം നീ തെരഞ്ഞെടുത്തോ. 15-ാം തീയതി എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമാണ്. എന്നാൽ 16 അധമവും നന്മ കുറഞ്ഞതുമാണ്. ഓരോ ദിവസത്തെ കുഴപ്പങ്ങളാണ്. വൽഹാദി വൽഇശ്റൂന മിൻ അയ്യാമി നഹ്സുൻ ഫദഅ കുല്ലം മിനൽ മറാമി. 21 നഹ്സായതിനാൽ നിന്റെ പ്രധാന ഉദ്ദേശങ്ങളെ പ്രസ്തുത ദിവസം ഉപേക്ഷിക്കുക. വറാബിഉൽ ഇശ്റൂന യൗമുൻ യൻഹസു വദാക ഫീ ശഹരി സിയാമി യബ്അസു. റമളാൻ അടക്കം 24-ാം ദിവസം ഏതൊരു ഘട്ടത്തിലും നല്ലതല്ല. 25 എല്ലാ മാസവും ഗുണമില്ലാത്തതായതിനാൽ പ്രസ്തുത ദിവസങ്ങളിൽ ഒരു നല്ല കാര്യവും ചെയ്യരുത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഏത് കാര്യവും വലാകിനില്ലാഹിറു മിൻ കുല്ലി ശഹ്ർ നഹ്സുൻ വദാ നഹ്സുൻ മിൻ ശഹ്രി സഫർ. എല്ലാ മാസവും ഒടുക്കത്തെ ബുധൻ പ്രത്യേകമായി ദൗർഭാഗ്യത്തിന്റെ ദിനമാണ്. അതാണ് ഉമ്മാമാര് പറയുന്നത്, ഒടുക്കത്തെ ബുധനാഴ്ചയാണ് ജനങ്ങളെ. ആദരവായ റസൂലുള്ളാഹിക്ക് പരി തുടങ്ങിയ ദിവസമാണ്. അതുകൊണ്ട് ഒടുക്കത്തെ ബുധനാഴ്ചയാണെന്ന് പെരക്ക് കുറ്റിയടിക്കരുത്, വീട് കൂടരുത്, റോട്ടിൽ ഇറങ്ങരുത്, കല്യാണം തുടങ്ങരുത്. ഇങ്ങനെ ദിവസങ്ങളെ ചീത്ത പറയുന്ന സമ്പ്രദായം മുസ്ലിമിന്റെ പരിപാടിയല്ല, അത് യഹൂദിയുടെ സംസ്കാരമാണ്. ദിവസങ്ങളെ ചീത്ത പറഞ്ഞുകൊണ്ട്, ദിവസങ്ങളെ ഗുണമില്ലാത്തതാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയൽ മിൻ സുനനിൽ യഹൂദ്, അത് യഹൂദിയുടെ സമ്പ്രദായമാണ്. ലാ മിൻ സുന്നത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ സമ്പ്രദായമല്ല. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം.
ചില ആളുകൾക്ക് എന്താ പണി? ഇതൊക്കെ ഓരോരുത്തരുടെ ഉപജീവന മാർഗമാണ്. ചിലരിങ്ങനെ നടക്കുകയാണ് ഒരു വടിയും കൊണ്ട്, വല്ലാത്തൊരു മാന്ത്രിക വടി തന്നെ. അതാ അടുക്കളയിലൂടെയും ബെഡ്റൂമിലൂടെയും പാടത്തുകൂടെയും പറമ്പത്തുകൂടെയും ഈ വടി കൊണ്ട് നടന്നാൽ എവിടെയൊക്കെ മാരണം ചെയ്ത് കുഴിച്ചിട്ട തകിടുണ്ടെന്ന് കിട്ടുമത്രേ. ഞങ്ങൾക്കറിയാം ഇതിന്റെ പിന്നിലെ ഗുട്ടൻസ്. അതാ പലപ്പോഴും ഏജന്റുമാരെ കൊണ്ട് പലയിടത്തും പോയി കുഴിച്ചിടിപ്പിക്കും പലതും. എന്നിട്ട് തങ്ങൾ പാപ്പ എന്ന് പറയുന്ന മൗലീരെന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ വടിയും കൊണ്ട് നടക്കും. അവിടെ ഇങ്ങനെ വടി ചോയറ്റിയിട്ട് പറയും, ഇവിടെ കുഴിച്ചോ, അവിടെ കുഴിച്ചാൽ തകിടുണ്ട്, അവിടെ കുഴിച്ചോ, അവിടെ കുഴിച്ചാൽ കുപ്പിയുണ്ട്. ഇങ്ങനെയുള്ള മാരണങ്ങളും മന്ത്രങ്ങളും ഹോമങ്ങളും മുട്ടെറുക്കലും തട്ടെറുക്കലും അതേപോലെയുള്ള സമ്പ്രദായങ്ങളും കൊണ്ടും നീങ്ങുമ്പോ മുജാഹിദുകളെ കുറിച്ച് എന്താ പറയുന്നത്? അവര് മന്ത്രത്തിനെതിരാണ്, അവര് മന്ത്രിക്കൂല. ഈ നുണ ഇനി അധികകാലം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ല. മുജാഹിദുകൾ മന്ത്രത്തെ എതിർക്കുന്നവരല്ല. നബിതങ്ങൾ പഠിപ്പിച്ച ഒരൊറ്റ മന്ത്രത്തെയും മുജാഹിദുകൾ എതിർത്തിട്ടില്ല. മറിച്ച് നിങ്ങളുടെ വാദം പിടിച്ച മന്ത്രമുണ്ടല്ലോ, കോഴിമുട്ടമേലെഴുതുന്ന മന്ത്രം, അതുപോലെ തന്നെ കരിക്കിന്മേലെഴുതുന്ന മന്ത്രം, വെള്ളരിക്കമേലെഴുതുന്ന മന്ത്രം, കുമ്പളങ്ങമേലെഴുതുന്ന മന്ത്രം, എരഞ്ഞീലന്മേലെഴുതുന്ന മന്ത്രം, ഈ മന്ത്രങ്ങൾ ഇസ്ലാമിലില്ല. എഴുതിക്കെട്ടിയിട്ടത് ചരട് അതേപോലെ തന്നെ ഐക്കല്ലാക്കിയിട്ട് അതാ കഴുത്തിലും അതുപോലെ തന്നെ അരയിലും അതുപോലെ തന്നെ കാൽത്തുടയിലും കാലിലുമൊക്കെ കെട്ടിക്കൊടുക്കുന്നവര് സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല. മറിച്ചതാ രോഗമുണ്ടോ മന്ത്രിക്കാനും ചികിത്സിക്കാനും ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരും മന്ത്രങ്ങൾ എങ്ങനെയാണ് നിർവഹിക്കാറുള്ളത്? നിന്റെ ശരീരത്തിൽ വേദന വന്നു കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മുസ്ലിമേ നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും വേദന വന്നാൽ വേദനയുള്ള ഭാഗത്ത് നിന്റെ കൈവച്ചോ. കൈവച്ചിട്ടെന്ത് പറയണം? എല്ലാവരും ഇത് ചെയ്യാറുള്ളതല്ലേ? അറിയാത്തവരുണ്ടെങ്കിൽ മക്കളെപ്പോലും ഇത് ശീലിപ്പിക്കേണ്ടതുണ്ട്. വേദനിക്കുന്നു ഉമ്മ, വേദനിക്കുന്നു ഉപ്പ എന്ന് പറഞ്ഞാൽ മോനെയും മോളെയും പഠിപ്പിക്കണം. മോനെ എവിടെയാണ് വേദന? വേദനയുള്ള ഭാഗത്ത് മോന്റെ കൈവച്ചോളൂ. എന്നിട്ട് 3 തവണ പറഞ്ഞോളൂ, ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ. ഇങ്ങനെ 3 തവണ പറഞ്ഞിട്ട് 7 തവണ നീ പിന്നെ പറഞ്ഞോളൂ എന്ത്? അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു. അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിറു എന്ന് 7 തവണ പറഞ്ഞോളൂ. വേദന ശമിച്ചേക്കുന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുജാഹിദുകൾ ചെയ്യാറുണ്ട്. അറിയാത്തവരത് ചെയ്തോളണം. ഇതാണ് മന്ത്രം, ഇതാ മന്ത്രം. രോഗിയെ കാണാൻ പോയാൽ കൈവെക്കാവുന്ന, നമുക്ക് തൊടാവുന്ന രോഗിയാണെങ്കിൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബഅസ ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. റബ്ബേ ശിഫ നൽകണേ എന്നാണ് അതിന്റെ ചുരുക്കം. ആ നിലക്ക് ശിഫക്ക് വേണ്ടിയതായുള്ള മന്ത്രം അതുപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. കണ്ണേറ് തട്ടാതിരിക്കാനുള്ള മന്ത്രമുണ്ടല്ലോ. അതുപോലെ തന്നെ പൈശാചികമായ എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ വേണം. നമ്മുടെ വീട്ടിന് രക്ഷ വേണം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലിയിട്ട് കയറാൻ പറയുന്നു. ആ വീട്ടിൽ ശൈത്താന് പ്രവേശനമില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി കഴിക്കാൻ പറയുന്നു. കൂടെ ചെകുത്താൻ കഴിക്കില്ല. അതേ അവസരത്തിൽ ബിസ്മി ചൊല്ലാതെയാണ് വീട്ടിൽ കയറി ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ വീട്ടിലെന്ന് ശൈത്താനുണ്ട്, കൂടെ കഴിക്കാനും ശൈത്താനുണ്ട്. ഇതൊക്കെ മുസ്ലിമീങ്ങൾ പഠിച്ചതാണ്, മനസ്സിലാക്കിയതാണ്. ഈ രൂപത്തിൽ നബിതങ്ങൾ പറഞ്ഞ എമ്പാടും ദുആകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ദിക്റുകളുണ്ട്, സ്വലാത്തുകളുണ്ട്, തസ്ബീഹുകളുണ്ട്. ഇതൊന്നുമല്ലാതെ ചിലരിതാ ചില ഒച്ചകൾ ദിക്റാക്കുന്നു, ചില ഒച്ചകൾ മന്ത്രമാക്കുന്നു. അവർക്ക് മന്ത്രം എന്ന് പറഞ്ഞാ ചുമണ്ടായാൽ വീരാനൗലിയപ്പാപ്പ കൊടുത്ത മന്ത്രം എന്താ? വീരാനൗലിയപ്പാപ്പേ ചുമണ്ടായപ്പോ എന്താ പറഞ്ഞത്? 1,00,000 തവണ ചൊല്ലണം. എന്താ ചൊല്ലേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ കുര ഇല്ലല്ലാഹ്, ലാ കുര ഇല്ലല്ലാഹ്. എന്തൊരു ഭ്രാന്താണ്! ലാ കുര ഇല്ലല്ലാഹ്,
ഒരു മനുഷ്യൻ ഇങ്ങനെ ചുമക്കുകയാണ്. ചുമച്ച് ഇയാള് തളർന്നിരിക്കുന്നു. അപ്പൊ മൂപ്പരിയോട് ചോദിച്ചു, എന്താടോ ചുമണ്ടോ? ആ ചുമണ്ട്. ചുമ നിക്കണോ? ആ നിക്കണം പാപ്പാ. എന്നാ എന്താ വേണ്ടി? ചൊല്ലിക്കോ, ലാ കുരയില്ലല്ലാ. എത്ര വട്ടം വേണം? 1,00,000. അത്ര വേണം പാപ്പാ, അത്ര തന്നെ വേണം. ചുമയുള്ള മനുഷ്യൻ ലാ കുരയില്ലല്ലാന്ന് 1,00,000 വട്ടം പറഞ്ഞ ഓന്റെ ചുമ മാത്രം മാറുക, റൂഹന്നെ പോവില്ലേ? ഈ രൂപത്തിലാ ദിക്ർ. ഇത് എതിർത്താ പറയും, കണ്ടോ വീരാനൗലിയ പാപ്പാനെ എതിർക്കുന്നു, കുരുത്തക്കേട്. എന്ത് കുരുത്തക്കേട്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്ത് ഇസ്ലാമാണ് നിങ്ങൾ ഈ ഓരോരുത്തരുടെയും മേൽ ചാർത്തുന്നത്? മൂപ്പർക്ക് ആകെ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ, മൂപ്പരെ പറ്റിയുള്ള മൗലൂദിൽ എന്താ ചൊല്ലുന്നത്? അൻതല്ലദീ അല്ലംതനാ